വെൽക്കം ടു പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസ് ക്ലാസ്. നമ്മൾ ആറാമത്തെ ചാപ്റ്റർ സ്റ്റാഫിംഗ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 5ാമത്തെ വീഡിയോ ആണിത്. ഇതിനു മുമ്പേ കഴിഞ്ഞ 4 വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവർ കാണുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെലക്ഷനെ പറ്റിയാണ്. വാട്ട് ഈസ് സെലക്ഷൻ? സെലക്ഷൻ ഈസ് ദി പ്രോസസ് ഓഫ് ചോസിങ് ദി പേഴ്സണൽ ഫ്രം എമംഗ് ദോസ് ഹു ഹാവ് applied for jobs in the organization on the basis of educational qualifications, training, skills, abilities and personality of the applicants. It involves careful screening and testing of the applicants. സ്ഥാപനത്തിന് അനുയോജ്യരായ ആളുകളെ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ, അവർക്ക് ലഭിച്ചിരിക്കുന്ന പരിശീലനം, അവരുടെ പ്രാവീണ്യം, പ്രത്യേകമായ കഴിവുകൾ, വ്യക്തിത്വം, ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഏറ്റവും അനുയോജ്യരായ ആളുകളെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രക്രിയ ആണ് സെലക്ഷൻ. It involves careful screening and testing of the applicants. അപേക്ഷകരെ വളരെ ശ്രദ്ധയോടുകൂടി സ്ക്രീൻ ചെയ്യലും ടെസ്റ്റ് ചെയ്യലും ഇതിൻ്റെ ഭാഗമാണ്. നമുക്കറിയാം, റിക്രൂട്ട്മെൻറ്റിലൂടെ ആളുകൾ ധാരാളം സ്ഥാപനത്തിലേക്ക് അപേക്ഷകൾ അയച്ചിട്ടുണ്ടാവും. അവരുടെ ഇടയിൽ നിന്നും ഏറ്റവും അനുയോജ്യരായ ആളുകളെ കണ്ടെത്തുന്ന നടപടിയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക. ഡിഫറൻസസ് ബിറ്റ്വീൻ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ, ഇതാണ് അടുത്തതായിട്ട് പഠിക്കേണ്ടത്. റിക്രൂട്ട്മെൻറ്റും സെലക്ഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങളാണ് ഇവിടെ നാം പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ്, recruitment is the first phase of employment of personnel. സ്ഥാപനത്തിൽ ജീവനക്കാരാകാൻ ഇടയുള്ള ആളുകളെ കണ്ടെത്തുന്ന ഒന്നാമത്തെ ഘട്ടമാണ് റിക്രൂട്ട്മെൻറ്റ്. ബട്ട് സെലക്ഷൻ ഈസ് ദി സെക്കൻഡ് ഫേസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് പേഴ്സണൽ. എന്നാൽ സെലക്ഷൻ എന്ന് പറയുന്നത് 2ാമത്തെ ഘട്ടമാണ്. സെക്കൻഡ്ലി, റിക്രൂട്ട്മെൻറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് സെർച്ചിങ് ഫോർ ജോബ് സീക്കേഴ്സ് ആൻഡ് ഇൻഡ്യൂസിങ് ദം ടു അപ്ലൈ ഫോർ ജോബ്സ്, whereas selection is concerned with choosing from those who have applied for jobs. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ജോബ് സീക്കേഴ്സിനെ കണ്ടെത്തുകയും അവരെ ജോലി ലഭിക്കാൻ വേണ്ടി അപ്ലൈ ചെയ്യാൻ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് റിക്രൂട്ട്മെൻറ്റ്. നമ്മൾ അർത്ഥം ഇതിനു മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ട്. നേരെ മറിച്ച് സെലക്ഷൻ ഈസ് കൺസേൺഡ് വിത്ത് ചൂസിങ് ഫ്രം ദോസ് ഹു ഹാവ് അപ്ലൈഡ് ഫോർ ജോബ്സ്. ഈ അപ്ലൈ ചെയ്തിരിക്കുന്ന ആളുകൾക്കിടയിൽ നിന്നും സ്ഥാപനത്തിന് അനുയോജ്യരായ ആളുകളെ ചൂസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രക്രിയ ആണ് സെലക്ഷൻ. അതാണ് 2ാമത്തെ വ്യത്യാസം. തേർഡ്, റിക്രൂട്ട്മെൻറ്റ് ഈസ് എ പോസിറ്റീവ് പ്രോസസ് ബട്ട് സെലക്ഷൻ ഈസ് എ നെഗറ്റീവ് പ്രോസസ്. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് പ്രക്രിയയാണ്. എന്തുകൊണ്ടാണ്? അവിടെ ആരെയും പിന്തള്ളുന്നില്ല, ഒഴിവാക്കുന്നില്ല. മനസ്സിലായില്ലേ? ആർക്കും അപേക്ഷ അയക്കാവുന്നതാണ്. നിശ്ചിത യോഗ്യതയുള്ള ഏതൊരാൾക്കും സ്ഥാപനത്തിലേക്ക് അപേക്ഷ അയക്കാവുന്നതാണ്. അവിടെ റിക്രൂട്ട്മെൻറ്റ് അവസാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ആരെയും
ഒഴിവാക്കാത്തത് കൊണ്ട് തന്നെ റിക്രൂട്ട്മെൻറ്റ് ഒരു പോസിറ്റീവ് പ്രോസസ്സാണെന്ന് നമുക്ക് പറയാവുന്നതാണ്. നേരെ മറിച്ച് സെലക്ഷൻ ഒരു നെഗറ്റീവ് പ്രോസസ്സാണ്. കാരണം ധാരാളം ആളുകളെ അത് ഒഴിവാക്കുന്നു. കുറച്ച് ആളുകളെ മാത്രം, സ്ഥാപനത്തിന് അനുയോജ്യരായ, ഏറ്റവും നല്ല ക്വാളിഫിക്കേഷനുള്ള, ഏറ്റവും നല്ല പരിശീലനം ലഭിച്ചിരിക്കുന്ന, ഏറ്റവും നല്ല പരിചയമുള്ള, ഏറ്റവും നല്ല വ്യക്തിത്വമുള്ള ആളുകളെയാണ് സെലക്ഷൻ മുഖേന തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ധാരാളം ആളുകളെ ഒഴിവാക്കുന്നു, കുറച്ചാളുകളെ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് സെലക്ഷൻ ഒരു നെഗറ്റീവ് പ്രോസസ് ആണെന്ന്. ധാരാളം ആളുകളെ ഒഴിവാക്കുന്നു. ദാറ്റ് ഈസ് വൈ സെലക്ഷൻ ഈസ് റിഗാർഡഡ് ആസ് എ നെഗറ്റീവ് പ്രോസസ്. ഇനി നാലാമത്തത് എന്താണെന്ന് നോക്കാം. റിക്രൂട്ട്മെന്റ് ഈസ് എ സിമ്പിൾ പ്രോസസ് വൈൽ സെലക്ഷൻ ഈസ് എ കോംപ്ലക്സ് പ്രോസസ്. റിക്രൂട്ട്മെന്റ് ഒരു ലളിതമായ പ്രക്രിയയാണ്. നേരെ മറിച്ച് സെലക്ഷൻ ഒരു സങ്കീർണമായ പ്രക്രിയയാണ്. ദീസ് ആർ ദി ഇമ്പോർട്ടൻ്റ് ഡിഫറൻസസ് ബിറ്റ്വീൻ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ഭാഗം എന്താണെന്ന് പരിശോധിക്കാം. സെലക്ഷൻ പ്രോസസ് ഓർ സെലക്ഷൻ പ്രൊസീജിയേഴ്സ്, ഇതാണ് ഇനി പഠിക്കേണ്ടത്. ഫസ്റ്റ്, റെസിപ്റ്റ് ആൻഡ് സ്ക്രൂട്ടിനി ഓഫ് അപ്ലിക്കേഷൻസ്. സെലക്ഷൻ പ്രക്രിയയിൽ ചില പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തതാണ് റെസിപ്റ്റ് ആൻഡ് സ്ക്രൂട്ടിനി ഓഫ് അപ്ലിക്കേഷൻസ്. അപേക്ഷകൾ സ്വീകരിക്കലും അവ സൂക്ഷ്മമായി പരിശോധിക്കലും. ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ സെലക്ഷൻ പ്രോസസ് ഈസ് റെസിപ്റ്റ് ആൻഡ് സ്ക്രൂട്ടിനി ഓഫ് അപ്ലിക്കേഷൻസ്. ദിസ് ഹെൽപ്പ് ടു എലിമിനേറ്റ് unqualified candidates based on the information furnished in the application form. ഒന്നാമത്തെ ഘട്ടമാണിത്. ഈ റെസിപ്റ്റ് ആൻഡ് സ്ക്രൂട്ടിനി ഓഫ് അപ്ലിക്കേഷൻസ് നിർവഹിച്ചു കഴിഞ്ഞാൽ അൺക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സിനെ അത്തരം അപേക്ഷകൾ നിരസിക്കാൻ വേണ്ടി സാധ്യമാകും. അതേപോലെ തന്നെ അപൂർണമായ അപേക്ഷകൾ ഉണ്ടായിരിക്കും. മുഴുവനായിട്ട് പൂരിപ്പിക്കാത്ത അപൂർണമായിട്ടുള്ള അപേക്ഷകൾ. ഇതൊക്കെ സൂക്ഷ്മ പരിശോധന നടത്തുമ്പോൾ വ്യക്തമാകും. അത്തരം അപേക്ഷകളൊക്കെ പിന്തള്ളുവാൻ, തള്ളിക്കളയുവാൻ സ്ഥാപനത്തിന് സാധ്യമാകുന്നു. ഏതിലൂടെ? ഈ ഒന്നാമത്തെ ഘട്ടത്തിലൂടെ, റെസിപ്റ്റ് ആൻഡ് സ്ക്രൂട്ടിനി ഓഫ് അപ്ലിക്കേഷൻസ്. സെക്കൻഡ്, സെലക്ഷൻ ടെസ്റ്റ്. എല്ലാം ക്രമപ്രകാരമായിട്ടുള്ള അപ്ലിക്കേഷൻസ് ഒക്കെ മാറ്റിവെക്കുന്നു. അവർക്ക് ഹോൾ ടിക്കറ്റ് അയച്ചുകൊണ്ട് സെലക്ഷൻ ടെസ്റ്റ് നടത്തും. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. സെലക്ഷൻ ടെസ്റ്റ് ആർ എൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ സെലക്ഷൻ പ്രോസസ്. ദർ ആർ വേരിയസ് ടൈപ്സ് ഓഫ് സെലക്ഷൻ ടെസ്റ്റ്. What are they? First, intelligent test to measure the level of intelligence. Candidates in the level of intelligence മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻ്റലിജൻസ് ടെസ്റ്റുകളുണ്ട്. നെക്സ്റ്റ്, അടുത്ത തരം ടെസ്റ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ടു മെഷർ കാൻഡിഡേറ്റ്സ് പൊട്ടൻഷ്യൽ ഫോർ ലേണിംഗ് ന്യൂ സ്കിൽസ്. കാൻഡിഡേറ്റ്സിന് പുതുതായിട്ടുള്ള സ്കിൽ പഠിച്ചെടുക്കാനുള്ള കഴിവെന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ടെസ്റ്റാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അഭിരുചി പരിശോധന. നെക്സ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്. പേഴ്സണാലിറ്റി ടെസ്റ്റ് ഈസ് ദി ടെസ്റ്റ് വിച്ച് അസസസ് ദി കാൻഡിഡേറ്റ്സ് പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ്. കാൻഡിഡേറ്റ്സിൻ്റെ, തൊഴിലന്വേഷകൻ്റെ പ്രത്യേകമായിട്ടുള്ള വ്യക്തിപരമായ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്
വ്യക്തിപരമായ പരിശോധനാ ടെസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അയാളുടെ താല്പര്യം എന്താണ്, അയാളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തൊക്കെയാണ്, അയാളുടെ വ്യക്തിപരമായ സവിശേഷതകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ടെസ്റ്റാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. നെക്സ്റ്റ്, പ്രൊഫിഷ്യൻസി ടെസ്റ്റ്. Proficiency tests are tests which try to measure the skills and abilities which are already possessed by the candidates. തൊഴിലന്വേഷകന് സ്വതവേ അയാളിൽ അന്തർലീനമായിട്ടുള്ള കഴിവുകളും പ്രാവീണ്യവും ഒക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ്. ലാസ്റ്റ്, vocational test or interest test. It is a test which measures the candidate's interest in a particular kind of work. തൊഴിലന്വേഷകന് ഏത് ജോലിയിലാണ് കൂടുതൽ താല്പര്യം എന്ന് കണ്ടെത്താൻ വേണ്ടിയുള്ള ടെസ്റ്റാണ് വൊക്കേഷണൽ ടെസ്റ്റ് അഥവാ ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ഈ 5 വിധത്തിലാണ് പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ ഉള്ളത്. ഇനി നമുക്ക് മൂന്നാമത്തെ പ്രൊസീജിയർ എന്താണെന്ന് പരിശോധിക്കാം. ചെക്കിംഗ് റെഫറൻസസ്. ജനറലി എ കാൻഡിഡേറ്റ്സ് അപ്ലൈയിങ് ഫോർ ദി ജോബ് gives some reference, that is, gives the names of some persons to whom enquiries as to his character, qualifications, etc. can be made by the employer. അപേക്ഷയിൽ തന്നെ ചിലപ്പോൾ പറയും 1-2 റഫറൻസസ് എഴുതാൻ വേണ്ടി. എന്താണ് ഈ റഫറൻസസ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ചില വ്യക്തികളുടെ പേരും ഫോൺ നമ്പറുകളൊക്കെ ചേർക്കാൻ വേണ്ടി പറയും. അവർക്ക് ഈ തൊഴിലന്വേഷകനെ പരിചയമുണ്ടായിരിക്കും. അയാളുടെ യോഗ്യത, അയാളുടെ കഴിവുകൾ ഇവയെപ്പറ്റിയൊക്കെ ശരിക്കും ബോധേഡായിട്ടുള്ള ഒരാളായിരിക്കും ഈ റെഫറൻസ്. ചെക്കിംഗ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ തൊഴിൽ ദാതാവ് ഇത്തരം റെഫറൻസ് പരിശോധിക്കുന്നു. ഫോൺ മുഖേനയോ നേരിട്ട് വിളിപ്പിച്ചോ അന്വേഷിക്കുന്നു. ഈ തൊഴിലന്വേഷകൻ്റെ പ്രത്യേകമായ കഴിവുകൾ, അയാളുടെ സ്വഭാവ വിശേഷങ്ങൾ, സത്യസന്ധത മുതലായ കാര്യങ്ങളെ പറ്റിയൊക്കെ വിവരങ്ങൾ ശേഖരിക്കുന്നു. ഇത് ഈ തൊഴിൽ അന്വേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി തൊഴിൽ ദാതാവിന് സാധ്യമാകുന്ന ഒരു തരം പരിശോധനയാണ്. നെക്സ്റ്റ്, എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂ is the face-to-face observational and personal appraisal method to evaluate a candidate's fitness for the job. തൊഴിലന്വേഷകൻ ജോലി ചെയ്യാൻ ശരിക്കും ഫിറ്റാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി മുഖാമുഖ പരിശോധന നടത്തും. അത്തരം മുഖാമുഖ പരിശോധനയെ ആണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അഞ്ചാമതായിട്ട് മെഡിക്കൽ എക്സാമിനേഷൻ. ടു ഫൈൻഡ് ഔട്ട് വെദർ എ കാൻഡിഡേറ്റ്സ് സാറ്റിസ്ഫൈസ് ദി മിനിമം ഫിസിക്കൽ ഫിറ്റ്നസ് സ്റ്റാൻഡേർഡ്സ്, മെഡിക്കൽ എക്സാമിനേഷൻ ഓഫ് ദി കാൻഡിഡേറ്റ്സ് ഈസ് കണ്ടക്റ്റഡ്. തൊഴിൽ ലഭിച്ചു കഴിഞ്ഞാൽ ആ തൊഴിൽ നിർവഹിക്കുവാൻ ആവശ്യമായ ചുരുങ്ങിയ ആരോഗ്യം, ശാരീരിക ആരോഗ്യം കാൻഡിഡേറ്റിന് ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത്. കാൻഡിഡേറ്റ് ഈസ് ഫിസിക്കലി ആൻഡ് മെൻ്റലി കേപ്പബിൾ ഓഫ് ഡൂയിങ് എ പർട്ടിക്കുലർ ജോബ്. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതാണ് അഞ്ചാമത്തത്. നെക്സ്റ്റ്, സെലക്ഷൻ ആൻഡ് പ്ലേസ്മെൻറ്റ്.
When the candidate is found medically fit for the job, he is selected. മെഡിക്കലി ഫിറ്റാണെങ്കിൽ, ജോലി ചെയ്യാൻ പ്രാപ്തനാണെങ്കിൽ അയാളെ ജോലിയിലേക്ക് തിരഞ്ഞെടുക്കുന്നതായിരിക്കും. പ്ലേസ്മെൻറ്റ് ഓഫ് ദി കാൻഡിഡേറ്റ് മീൻസ് പോസ്റ്റിംഗ് ദി സെലക്റ്റഡ് കാൻഡിഡേറ്റ് ടു ഹിസ് പൊസിഷൻ ഓർ ജോബ്. ഒരു കാൻഡിഡേറ്റിനെ അയാളുടെ ജോലിയിൽ അല്ലെങ്കിൽ അയാളുടെ സ്ഥാനത്ത് നിയമിക്കുന്നതിനെയാണ് പ്ലേസ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സെലക്ഷൻ ആൻഡ് പ്ലേസ്മെൻ്റ് ആണ് സെലക്ഷൻ പ്രോസസ്സിലെ അവസാനത്തെ ഘട്ടം അഥവാ അവസാനത്തെ നടപടി എന്ന് പറയുന്നത്. ഇതോടുകൂടിയാണ് സെലക്ഷൻ പ്രക്രിയ അവസാനിക്കുന്നത്. ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. നെയിം എനി 2 എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റിൻ്റെ 2 സോഴ്സസിൻ്റെ പേരെഴുതുക. എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റിലെ 2 എണ്ണത്തിൻ്റെ പേരെഴുതുക. അതാണ് ചോദ്യം. 1 മിനിറ്റിന് ശേഷം ലഭ്യമാകുന്ന കമൻറ്റ് ബോക്സിൽ ആണ് ഉത്തരം രേഖപ്പെടുത്തേണ്ടത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു.